നമസ്കാരം. എല്ലാ ദിവസവും സംസാരിക്കുകയല്ലേ ചെയ്യുന്നേ, ഇന്ന് ഇത്തിരി കേൾക്കാം. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് കേൾക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ടൊരു പ്രസംഗം എത്തിയിട്ടുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങ് പറഞ്ഞോ. 2 ദിവസമായി ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസം കൊണ്ട് കസേരയിട്ട് വീഡിയോ ആയിട്ട് വരണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇടയ്ക്കൊന്ന് നിൽക്കുകയോ കിടക്കുകയോ ഓടുകയോ ഒക്കെ ഒന്ന് ചെയ്യായിരുന്നു. അത്രയും മനസ്സിനെ നീറ്റുന്ന ആ സംഗതി എന്താ ടീച്ചറെ? വളരെയേറെ വിഷമത്തോടു കൂടി ആണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. വളരെ വിഷമത്തോടു കൂടിയാണോ സംസാരിക്കുന്നത്? മുഖത്ത് ആ വിഷമമൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ മനുഷ്യരെ, ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ടീച്ചർ സംസാരിക്കുന്നത്. എല്ലാവരും അത് തിരിച്ചറിഞ്ഞോണം. അത് പറഞ്ഞതുകൊണ്ട് നന്നായി. വിഷമത്തോടു കൂടി എന്താ ടീച്ചറിന് പറയാനുള്ളേ? കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് വിവരം പ്രസിദ്ധീകരിച്ചു. ആ കാര്യത്തിൽ ടീച്ചർ ഇത്രയും ദുഃഖിക്കുന്നത് എന്തിനാ? പുറത്തു വിടണ്ടേ? നിങ്ങളും വിട്ടല്ലോ. CPIM കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും പ്രഖ്യാപിച്ചു. അപ്പൊ ടീച്ചറിന് സീറ്റ് കിട്ടിയില്ല എന്നുള്ള ദുഃഖം വല്ലതും ആണോ? എൻ്റെ പൊന്നു ടീച്ചറെ, വേണ്ട ബഹളം അതിനകത്ത് നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പേരാവൂരിൽ KK ശൈലജ ടീച്ചറും തളിപ്പറമ്പിൽ സഖാവ് PK ശ്യാമള ടീച്ചറും. അതാണ് റൂട്ട്. ഇത്രയും ടീച്ചർമാരെ ഒന്നിച്ച് കാണണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ തന്നെ വരണം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവരെല്ലാം ടീച്ചർന്ന് കൂട്ടിയാണ് സംസാരിക്കുന്നത്. ഇവരൊക്കെ ജനിച്ച സമയത്ത് പേരിട്ടപ്പോൾ തന്നെ ടീച്ചറിന് പേരിൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? ഫുൾ നെയിം അങ്ങനെയാണോ? അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. പിന്നെ കണ്ണൂരിലെ സ്ഥാനാർത്ഥികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. എന്നാലും BP ദിവ്യ ഒഴിവാക്കിയത് വലിയ തെറ്റായി പോയി. പറ ബാക്കി. PK ശ്യാമള ടീച്ചറും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകയാണ്. പിന്നെ ആന്തൂർ സാജൻ എന്ന വ്യക്തിയുടെ മരണത്തോടുകൂടി, അല്ല ആത്മഹത്യയോടുകൂടി വളരെ രീതിയിൽ പ്രശസ്തയായിട്ടുള്ള വ്യക്തിയാണ് ശ്യാമള ടീച്ചർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഊർജ്ജസ്വലയായിട്ടുള്ള ഒരു പ്രവർത്തകയായിട്ട് വർഷങ്ങളായി കണ്ണൂരിലുണ്ട്. സമ്മതിച്ച്, ഊർജ്ജസ്വലത കൊണ്ട് ഒരാളുടെ ജീവൻ പോകാൻ വരെ ഇടയായല്ലോ. PP ദിവ്യയുടെ മുൻഗാമിയാണ്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പോയിന്റിലേക്ക് വാ, നിങ്ങളുടെ വിഷമം പറ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടും സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ആയിട്ടും കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് വേണം? സല്യൂട്ട് ചെയ്യണോ? ഒരുപക്ഷെ ഞങ്ങളെക്കാളെല്ലാം ഏറെ വിദ്യാർത്ഥി രംഗത്ത് ശോഭിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അന്നത്തെ ശ്യാമള. ഇത് വലിയ ഇടങ്ങേറായല്ലോ. അവര് പഠിക്കുന്ന സമയത്ത് ശോഭിച്ചിരുന്നില്ലേ? അതൊക്കെ ഇപ്പം ഞങ്ങൾ അറിയേണ്ട കാര്യം എന്താ? ഞങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതെ. അല്ലെങ്കിൽ തന്നെ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ആരാ? ഞങ്ങളെന്തോ വേണമെന്ന് പറ. എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലിയായിട്ടുള്ള നല്ലൊരു വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ അന്ന് എല്ലാവർക്കും അറിയാമായിരുന്ന ഒരു വിദ്യാർത്ഥിനി. ഇത് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് വരെ അറിയായിരുന്നു. മതിയോ? 2ാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രതിനിധിയായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരിയായിരുന്നു ശ്യാമള ടീച്ചർ. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? ആർക്കും കിട്ടാത്ത തരത്തിലുള്ള വലിയ അംഗീകാരങ്ങൾ. അടുത്ത പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിലേക്ക് ഒരു കൈ നോക്കാൻ പറ കേട്ടോ. പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലേ ഇന്ത്യയെ നയിക്കാനുള്ള സകല കപ്പാസിറ്റിയും ടീച്ചർക്ക് കാണും. കണ്ണൂർ ജില്ലയിൽ നിന്ന് വളരെ കുറച്ച് പേര് മാത്രമേ, 3-4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാളാണ് ശ്യാമള ടീച്ചർ. പണ്ട് IAS എടുത്ത ആളുകളുടെ കണക്ക് പറയുന്ന പോലെ പണ്ടൊക്കെ വളരെ ചുരുക്കം ആളുകളെ ഇതിലൊക്കെ പങ്കെടുത്തിരുന്നുള്ളൂ. കാര്യത്തിലോട്ട് വാ. ചെയർപേഴ്സണായിട്ടും എല്ലാം പ്രവർത്തിക്കുന്നതിനിടയിൽ വന്നിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ശ്യാമളയെ വിമർശനത്തിന് വിധേയമാക്കിയത്. സംഗതി PK ശ്യാമള ടീച്ചറിന്റെ ജീവചരിത്രക്കുറിപ്പ് എഴുതുകയായിരുന്നു കേട്ടോ. എഴുതി വായിക്കുകയാണ്. അപ്പോൾ ആന്തൂരിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വിമർശനത്തിന് വിധേയമായി. അതല്ലാതെ ഒരു റോളും ഇല്ല. ആന്തൂർ സാജന്റെ ഭാര്യയെ പറ്റി വളരെ മോശമായിട്ട് സമൂഹ മാധ്യമങ്ങളിലല്ല, അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഇപ്പൊ ടീച്ചർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഞങ്ങളെല്ലാവരും PK ശ്യാമള ടീച്ചറിന് വോട്ട് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണോ? പക്ഷെ ആ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കി. അത് ഞങ്ങൾക്കറിയാം. പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ടീച്ചറായിരിക്കും. അപ്പോൾ തീവ്രത കുറവാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ അത് എഴുതി തള്ളി. അവരുടെ കൈകൾ ശുദ്ധമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു. അതിനുശേഷം എന്താ ഈ അടുത്ത കാലത്ത് PP ദിവ്യ എന്ന അവരുടെ പിൻഗാമി അതേ പാത പിന്തുടർന്ന് വന്ന ആ സതുദ്ദേശിയെ ജയിലിൽ ചെന്ന് രക്തഹാരമണിയിച്ച് ഇറക്കാൻ മുൻപന്തിയിൽ നിന്നു. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ശ്യാമളയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പിഴവ് വന്നിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണല്ലോ. അതിപ്പോൾ ടീച്ചർ പറഞ്ഞിട്ട് വേണം ഞങ്ങൾ അറിയാൻ. PK ശ്യാമള എന്നല്ല, BP ദിവ്യ എന്നല്ല, ഇവരാരും തെറ്റായിട്ടുള്ള ഒരു സമീപനവും ആരുടെ അടുത്തും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ ഒന്നും പേരിൽ നടപടി എടുക്കേണ്ട കാര്യമില്ല. ഇവരെയൊക്കെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയും വേണം. അങ്ങനെ സംരക്ഷിക്കുന്നതിലുള്ള പ്രതിഷേധം ജനങ്ങൾ വോട്ടിങ്ങിലൂടെ രേഖപ്പെടുത്തുകയും വേണം. അതാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്?
എൻ്റെ അനിയത്തിയല്ല, എൻ്റെ സഹോദരിയല്ല, മറിച്ച് എൻ്റെ അനിയത്തിയെ പോലെയാണ് എനിക്ക്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വോട്ട് കൊടുക്കണ്ട എന്നുള്ള പോയിന്റിലേക്കാണോ ശക്തമായിട്ട് വരുന്നത്? വളരെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായിട്ടുള്ള സേവനത്തിലൂടെ തന്നെയാണ് അവരുടെ. നിശ്ചലങ്കയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത അമൂലിന്റെ പരസ്യത്തിലേക്ക് നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്താലോ? പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാര്യയായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരവസരം നിഷേധിക്കുന്നത് ശരിയാണോ എന്നുള്ള യുക്തമായ ചോദ്യത്തിന് മുൻപിൽ ആർക്കുത്തരവില്ല. അങ്ങനെ എത്ര സമയമാണ്? 4 മിനിറ്റ് 51 സെക്കൻഡത്തെ പ്രസംഗത്തിന് ശേഷം ടീച്ചറുടെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ താത്വികാചാര്യന്റെ ഭാര്യയായി പോയതാണോ ശ്യാമള ടീച്ചറിന് വോട്ട് ചെയ്യാതിരിക്കാനുള്ള, സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരിക്കാനുള്ള കാരണമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? അതിന് പിന്നിലെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ ഒറ്റ വ്യക്തികളുമില്ല. ടീച്ചറെ, ഇത്രയും വലിയ ബിൽഡപ്പ് ഈ ഒരു സാധനത്തിന് കൊടുക്കേണ്ടിയിരുന്നില്ല. ഞാനല്ലെങ്കിൽ എൻ്റെ മരുമകൻ, അതുമല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ എൻ്റെ ഭാര്യ, ഞാനല്ലെങ്കിൽ എൻ്റെ അനന്തരവൾ, ഇങ്ങനെയുള്ള സംഗതികൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചേർന്നതാണെന്ന് ടീച്ചർ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടോ? അതോ മൂർത്തമായ സാഹചര്യങ്ങളിൽ നിന്ന് അമൂർത്തമായ സാഹചര്യങ്ങളിലേക്ക് കുടിയേറി പാർത്തപ്പോൾ ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദപ്രകാരം നമ്മളും ആ ഒരു പാത തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായോ? അതെന്താ ആരും ഉത്തരം പറയാത്തത്? ഉത്തരം പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതേ തീവ്രതയിൽ ചെയ്യാൻ കഴിയുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയ്ക്ക് മാത്രമാണ് എന്ന് കരുതുന്നതിലെ യുക്തി എന്താണ്? വേറെ ആരും ഇല്ലായിരുന്നോ അവിടെ? കണ്ണൂർ ജില്ലയിൽ 2 വനിതകൾ ഇരിക്കട്ടെ, ചില ജില്ലകളിൽ ഇല്ല. 2 വനിതകൾ ഇരിക്കട്ടെ, വനിതകൾ വേറെ ഇല്ലെന്നോ? പി ദിവ്യ എവിടെ പോയെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കേരളം നന്നാകണമെന്ന് ഇത്രയും നല്ല സതുദ്ദേശം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിന് തക്ക പ്രവർത്തികൾ ജനങ്ങളോട് കാഴ്ചവെക്കുന്ന, ജനങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ പെരുമാറണമെന്ന് മാതൃക ആയി കാണിച്ചു കൊടുത്ത പി ദിവ്യ ഒഴിവാക്കി ശ്യാമള ടീച്ചറിനെയൊക്കെ വിളിച്ചു കയറ്റി ഇരുത്തി ഇത്രയും വിവാദങ്ങൾക്ക് തിരികൊളുത്തേണ്ട വല്ല കാര്യമുണ്ടോ? മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് മറ്റേതെങ്കിലും വ്യാഖ്യാനം കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് പ്രിയമുള്ള ആളുകൾക്ക് നിങ്ങൾ സീറ്റ് കൊടുക്കും, അവരങ്ങ് മത്സരിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ചൊറിയുന്നത് എന്തിനാണ്, ബാക്കിയുള്ള ആളുകൾ ഇതിനെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടെ ജനാധിപത്യം അല്ല, രാജഭരണമാണ്. രാജാക്കന്മാർ തീരുമാനിക്കും. ഒരു രാജാവല്ലല്ലോ. അപ്പോൾ ഈ രാജാക്കന്മാരെല്ലാം കൂടെ തീരുമാനിക്കും ആരെന്ത് ചെയ്യണമെന്ന്. അതുപോലെ അവർ ചെയ്യും. ബാക്കിയുള്ളവരതൊക്കെ തലയും കുലുക്കി അനുസരിച്ചോണം, ചോദ്യം ചെയ്യാൻ പാടില്ല. ശ്യാമള ടീച്ചറെ അടുത്തറിയാവുന്നവർക്കറിയാം. വളരെ സ്നേഹമയും വളരെയധികം നിഷ്കളങ്കയുമായിട്ടുള്ള, സ്നേഹമയി, ദയാമയി, കരുണാമയി, നിസ്വാർത്ഥമയി, കണ്ണിലുണ്ടംപുരി, കാതിൽ അവലോസുണ്ട. മതിയോ? എന്തിനാണ് ഒരു 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 സ്ത്രീയെ, ഒരു പൊതുപ്രവർത്തകയെ ഈ രൂപത്തിൽ അപമാനിക്കുന്നത്? ഒരു പൊതുപ്രവർത്തക എന്ന റോളിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആള്, അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ ജനങ്ങൾ അതിനെ വിമർശിക്കും. വിമർശിക്കുന്ന സമയത്ത് സ്ത്രീയായി പോയെങ്കിൽ ഒരു സ്ത്രീയെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അപമാനിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ യുക്തി എന്താ ടീച്ചറെ? അല്ല, ഒരു ടീച്ചറായതുകൊണ്ട് ചോദിക്കുകയാണ്. ടീച്ചർ ഒന്ന് വിശദീകരിച്ച് തരാമോ ടീച്ചറെ? അതും കൂടെ. പൊതുപ്രവർത്തക എന്ന് പറഞ്ഞാൽ പൊതുമധ്യത്തിൽ ഇറങ്ങേണ്ട ആളാണ് അല്ലേ? പൊതുവായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കണം, അവരോട് ഇടപെടണം. അപ്പോൾ ബഹുജനം പലതരത്തിൽ ആളുകൾ സമീപിച്ചെന്ന് വരാം, ചിലർ വിമർശനങ്ങൾ ഉന്നയിച്ചെന്ന് വരാം. ഇതൊന്നും താങ്ങാൻ ശേഷിയില്ലാത്ത ഒരാളെ പൊതുപ്രവർത്തക അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാവരും ഇവരെ പുകഴ്ത്തിക്കൊണ്ട് നടന്നാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടുകയുള്ളൂ. ഒരു വിമർശനങ്ങളും ഏറ്റുവാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരാണോ പൊതുപ്രവർത്തകർ? എന്താ ടീച്ചർ പറഞ്ഞു തരുന്നത്? വ്യക്തി താല്പര്യം പങ്കെടുക്കേണ്ട താല്പര്യത്തെക്കാൾ മുന്നിൽ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അങ്ങേയറ്റം ചെയ്ത് കൂടാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. കറക്റ്റ് പോയിന്റ്. വ്യക്തി താല്പര്യം സംഘടനാ താല്പര്യത്തിന് മുകളിൽ വരുന്നതാണ് പ്രസ്ഥാനം ഇത്രയും പെട്ടെന്ന് സ്പീഡിൽ അധപ്പതിക്കാനുള്ള ഏക കാരണം. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സ്വാർത്ഥത, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ഇഷ്ടം, എൻ്റെ അനിഷ്ടം, ഇതൊക്കെ മാത്രമല്ല ഇപ്പോൾ ഓരോരുത്തരും ഏറ്റവും കൊമ്പത്തിരിക്കുന്ന ഓരോരുത്തരും നോക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് പ്രസ്ഥാനത്തിൽ കടിച്ചു തൂങ്ങി അടിമപ്പണി ചെയ്തിരുന്നവരെല്ലാം സഹികെട്ട് പുറത്തു പോകുന്നതും 5-6 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പുറത്താക്കിയതായിട്ട് പ്രഖ്യാപിക്കുന്നതും. അതിനുശേഷം അവർക്ക് അവരുടെ വ്യക്തി താല്പര്യങ്ങളായിരുന്നു വലുത്, അവരുടെ സ്ഥാനമോഹമായിരുന്നു വലുത്, അതുകൊണ്ടാണ് അവരെ പുറത്താക്കിയത് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നതും ഗതികേടാണ്. ഞങ്ങൾ വലിയ കാര്യത്തെയല്ലേ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരുന്നത്,
അപ്പോൾ പി.കെ. ശ്യാമള ടീച്ചറിനെ വെളുപ്പിക്കുക എന്നതായിരുന്നു 10-11 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ പ്രസംഗത്തിലൂടെ ശ്രീമതി ടീച്ചർ ഉദ്ദേശിച്ചത്. ശൈലജ ടീച്ചറുണ്ട്, ശ്യാമള ടീച്ചറുണ്ട്, ശ്രീമതി ടീച്ചറുണ്ട്, ഗോവിന്ദൻ മാസ്റ്ററുണ്ട്, ഇഷ്ടംപോലെ മാഷുമാരും ടീച്ചർമാരും ഉള്ള പ്രസ്ഥാനമല്ലേ. ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനകത്ത് തന്നെ ഇരുന്ന് സംസാരിച്ച് എന്താണ് അടുത്ത നടപടി വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു ശേഷി, ഒരു മോഡൽ അധിക ശേഷി നിങ്ങൾക്കെല്ലാം ഉള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ നാട്ടുകാരോട് വിളിച്ച് പറഞ്ഞ് ഞങ്ങളിത് കേട്ട് ഞങ്ങളുടെ സമയം കളയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെല്ലാം പിടിച്ച് ഓരോരുത്തർക്കും നിർത്തിക്കോ, ജയിപ്പിക്കണോ വേണ്ടതെന്ന് നാട്ടുകാർ തീരുമാനിച്ചോളും. അത് തീരുമാനിക്കാനുള്ള ഒരു അവകാശം പോലും ഇപ്പോൾ നാട്ടുകാർക്ക് ഇല്ലാതായോ? ഇനി ആർക്ക് വോട്ട് ചെയ്യണമെന്നും കൂടെ നിങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ പറയുന്നാക്കി ഞങ്ങൾ വോട്ടും ചെയ്യേണ്ടി വരുമോ? ടീച്ചറിന് ഏതായാലും തൽക്കാലം കുറച്ച് റോള് എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് സ്ത്രീകളുമായിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ടീച്ചർ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഇടുന്നുണ്ടല്ലോ. അതുമായിട്ട് ടീച്ചർ മുന്നോട്ട് പോകും. ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണ്ട, ആരാണ് ജനകീയൻ അല്ലെങ്കിൽ ജനകീയമായിട്ട് പ്രവർത്തിക്കുന്നത്, ആരാണ് നല്ലത് ചീത്ത, ഇതൊക്കെ ഞങ്ങൾ ഈ 10 വർഷം കൊണ്ട് നല്ല കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കിയും കണ്ട് ഞങ്ങൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്തോളാം. ആ കാര്യത്തിൽ ടീച്ചർ ടെൻഷൻ അടിക്കേണ്ട. ഇനി ഇമാതിരി വിഷയമായിട്ട് ഞങ്ങളെ മെനക്കെടുത്താൻ വരണ്ട.